നോമ്പ് പിടിച്ചിട്ടിരിക്കുന്നവനാണല്ലോ, ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ എന്റെയും നിങ്ങളുടെ വായ്ക്കകത്ത് നിന്ന് ദുർഗന്ധമടിക്കുന്നുണ്ടല്ലോ, ദുർഗന്ധമടിച്ച് വീശുന്നുണ്ടല്ലോ. അള്ളാന്റെ റസൂല് പറയുകയാ, നോമ്പുകാരന്റെ വായ്ക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ, നോമ്പുകാരന്റെ വായ്ക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ, അത് പടച്ചവന്റെ മുന്നിലെ കസ്തൂരിയെക്കാളും വാസനയുള്ളതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഉച്ച സമയത്ത് പല്ല് തേക്കല്ലേ, നിന്റെ വായ്ക്കകത്ത് നിന്ന് ദുർഗന്ധമടിക്കുന്നെന്ന് കരുതിക്കൊണ്ട് ഉച്ച സമയത്ത് പല്ല് തേക്കല്ലേ പൊന്നുമോനെ. അത് അള്ളാന്റെ മുന്നിൽ വല്ലാത്ത വാസനയുള്ളതാ, പടച്ചവന്റെ മുന്നിൽ കസ്തൂരിയുടെ വാസനയാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, കാന യഖ്റുജു സായിമൂന മിൻ ഖുബൂരിഹിം യൗമൽ ഖിയാമ. നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ഈ പള്ളിയുടെ ചുറ്റുപാട് കബറടക്കപ്പെട്ടവരുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. അള്ളാന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഒരു വിഭാഗത്തിന്റെ വായ്ക്കകത്ത് നിന്ന് സുഗന്ധമടിച്ച് വീശുകയാണ്. ഒരു വിഭാഗം ജനങ്ങളുടെ വായ്ക്കകത്ത് നിന്ന് സുഗന്ധമടിച്ച് വീശുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാ, എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ഉറങ്ങി എഴുന്നേറ്റവനെ പോലെ എന്നെ ആരാ വിളിച്ചുണർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് തലയുടെ മുകളിലിരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് അല്ലാഹുവേ പരലോകത്തേക്ക് നടന്നു പോവുകയാണ്. വായ്ക്കകത്ത് നിന്ന് സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ വാസനയാണ്. അള്ളാന്റെ റസൂല് പറയുകയാ, ഈ മനുഷ്യന്റെ കയ്യിൽ പിടിച്ച് മലക്കുകൾ കൊണ്ടുപോവുകയാണ്. കബറിനകത്ത് നിന്ന് എഴുന്നേക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ കയ്യിൽ പിടിച്ച് മലക്കുകൾ വിളിച്ചു കൊണ്ടുപോവുകയാ. എവിടേക്കാ കൊണ്ടുപോകുന്നത്? സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. പരലോകത്ത് പടച്ചവന്റെ കോടതിയില് എന്റെ പ്രിയമുള്ളവരെ, സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കി വച്ചിരിക്കുകയാർ. സ്വർണത്തിന്റെ പാത്രത്തില് സ്വർഗത്തിന്റെ ഭക്ഷണം തയ്യാറാക്കി വച്ചിരിക്കുകയാ. എന്നിട്ട് ഈ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മലക്കുകൾ പറയും, ഫയകുലൂനാ വയസ്റബൂനാ. പടച്ചവനെ പരലോകമാ, പടച്ചവനെ പരലോകമാ. എന്റെ പ്രിയമുള്ളവരെ, മഹ്ശറയെ കുറിച്ച് അറിയുന്നവരാണല്ലോ, മഹ്ശറയെ കുറിച്ച് അറിയുന്നവരാണല്ലോ. പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ, മരണവേദന സഹിച്ച ഉമ്മമാരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, അന്നത്തെ ദിവസമെങ്ങാട് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന പോലും അറിയൂല പെണ്ണേ. മരണവേദനയുടെ വേദനയെന്ന് നീ പറയുന്ന വേദനയുണ്ടല്ലോ, അന്നത്തെ ദിവസം ഒരു പെണ്ണ് പ്രസവിച്ച അവൾ ആ വേദന പോലെ തിരിച്ചറിയാത്ത ദിവസമാണ്. അല്ലാഹുവിന്റെ കോടതി ഭയാനകമല്ലേ? മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ, ചൂടുള്ള നാളുണ്ട് കിയാമന്നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോശ വണ്ടിയുമായി വരുന്നേ കാളാ, ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല ദങ്ങു ചെന്നാൽ കോളാ. മണ്ണിനകത്ത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കട്ടയെടുത്തിട്ട് ചൂളയ്ക്കകത്ത് വെച്ചിട്ട് കത്തിക്കുവല്ലോ. ചൂള കാണുന്നവരല്ലേ, അതെത്രയോ നിസാരമാണ്, അതെത്രയോ നിസാരമാണ്. തലച്ചോറ് തിളയ്ക്കുന്ന ദിവസമാണ്. ചൂട് കാരണം മനുഷ്യന്റെ തലച്ചോറ് തിളച്ചൊടുകുന്ന ദിവസമാണ്. അല്ലാഹുവേ, വായിലൂടെ മൂക്കിലൂടെ നൊരയും പതയും ഒരുക്കുന്ന ദിവസമാണ്. ആ ദിവസമുണ്ടല്ലോ, എല്ലാവരും വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ പടച്ചവന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞു വിളിച്ചു കൊണ്ടിരിക്കുമ്പോ മലക്ക് കയ്യിൽ പിടിച്ചിട്ട് സുപ്രയുടെ ഭാഗത്ത് കൊണ്ടിരുത്തിയിട്ട് അവിടെ നിന്ന് പറയുന്നു, മനുഷ്യ ഇന്ന് ഭക്ഷണം കഴിക്ക പൊന്നുമോനെ. അല്ലാഹുവേ, അല്ലാഹുവേ, ജനങ്ങൾ മുഴുവനും അധികം പേരും ഭക്ഷണം കഴിച്ച് സുഖിച്ച് നടക്കുമ്പോ അല്ലാഹുവേ 14 മണിക്കൂർ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പട്ടിണി ഇരുന്നവനാട്. നിന്റെ തൊണ്ട പറ്റി വരണ്ടിട്ട് വെള്ളം കുടിക്കാൻ
ഇല്ലാത്തവനാ. എല്ലാരും ക്ഷീണം കാരണം കടന്നുറങ്ങുമ്പോ ആ ക്ഷീണം വലിച്ചെറിഞ്ഞിട്ട് ഇൽമിന്റെ സദസ്സിൽ പോയവനാട്, പാതിരാത്രി പോയി തഹജ്ജുദ് നിസ്കരിച്ചവനാട്. അതുകൊണ്ട് പൊന്നുമോനെ, വയഅകുലൂന വയസ്റബൂന വയസ്തരിഹൂന, മലക്കുകൾ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്ന് സുപ്രയുടെ മുന്നിലിരുത്തിയിട്ട് പറയുകയാണ്, അള്ളാന്റെ റസൂല് പറയുകയാ, വന്നാസു മസ്ഊലൂന ഫിൽ ഹിസാബ്, എല്ലാരും വിചാരണ പേടിച്ച് നിൽക്കുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ, നോമ്പുകാരനുണ്ടല്ലോ, നോമ്പുകാരന്റെ വായിക്കകത്ത് നിന്നടിക്കുന്ന സുഗന്ധമുണ്ടല്ലോ, അത് പടച്ചവന്റെ മുന്നിലെ കസ്തൂരിയെക്കാളും വാസനയുള്ളതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, നോമ്പ് പിടിച്ചിട്ടിരിക്കുന്നവരാണല്ലോ, നോമ്പ് പിടിച്ചിട്ടിരിക്കുന്നവരാണല്ലോ. നോമ്പിന് ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ, നോമ്പുകാരന് ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. എന്തേ പ്രതിഫലമെന്നറിയുമോ? അള്ളാന്റെ റസൂല് പറയുകയാ, നോമ്പുകാരന് പ്രതിഫലം സ്വർഗമാണെന്ന് നബിയുനാ ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ്, സ്വർഗമാണ് ദുആ ചെയ്യുന്നത്, സ്വർഗമാണ് ദുആ ചെയ്യുന്നത്. ഞാനും നിങ്ങളും നിസ്കാരപ്പായിരിരുന്നിട്ട് പടച്ചവനെ എനിക്ക് സ്വർഗം തരണേ, അള്ളാഹുവിനോട് ഞാനും നിങ്ങളും സ്വർഗം ചോദിക്കുന്നവരാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് പടച്ചവനോട് ഞാനും നിങ്ങളും സ്വർഗം ചോദിക്കുമ്പോ, നോമ്പുകാരാ നോമ്പുകാരാ നിന്നെ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നോമ്പ് പിടിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം പറയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നോമ്പ് പിടിച്ചിട്ട് സദസ്സിലേക്ക് കടന്നു വന്നവനാണല്ലോ പടച്ചവനെ. രോഗം പിടിച്ച ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, രോഗം പിടിച്ചവര് പോലും അല്ലാഹുവേ 10-60 വയസ്സായിട്ട് പോലും നോമ്പ് പിടിക്കുന്നവരുണ്ടല്ലോ. പ്രതിഫലം എന്തേ ചെറുപ്പക്കാരാ, പ്രതിഫലം എന്തേ ചെറുപ്പക്കാരാ? അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നോമ്പുകാരന് കിട്ടുന്ന പ്രതിഫലം അറിയുമോ? നീ റോഡിലൂടെ നടന്നു വരുമ്പോ, പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ, ഒട്ടിയ വയറുമായി റോഡിലൂടെ പോകുമ്പോ മലക്ക് നിനക്ക് അള്ളാന്റെ റസൂല് പറയുകയാ, അള്ളാന്റെ റസൂല് പറയുകയാണ്, സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, പടച്ചവന്റെ സ്വർഗത്തിലെ പെണ്ണുണ്ടല്ലോ, വാപ്പാ ഇൽമിന്റെ സദസ്സിലേക്ക് നീ നടന്നു വരുന്ന സമയത്ത് അല്ലാഹുവേ ളുഹർ നിസ്കരിക്കാ പള്ളിയിൽ പോകുമ്പോ, അസർ നിസ്കരിക്കാ പള്ളിയിൽ പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാനങ്ങാട്ടിലെ സുന്ദരികളല്ല, കാനങ്ങാടുള്ള സുന്ദരി പെണ്ണല്ലടാ, പടച്ചവന്റെ സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ. അവരല്ലാനോട് പറയുകയാണ്, യാ റബ്ബീ, അല്ലാന്റെ റസൂല് പറയുകയാണ്, യാ റബ്ബനാ ഇജ്അൽ ലനാ മിൻ ഇബാദിക അസ്വാജാ. താടിയെല്ലാം നിറച്ച്, മുടിയെല്ലാം നിറച്ച്, തൊലിയെല്ലാം ചുളുങ്ങി, രോഗങ്ങൾ ഒരുപാടുള്ള വാപ്പാ, നീ നോമ്പ് പിടിച്ചിട്ട് നട്ടുച്ച സമയത്ത് പടച്ചവരെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, അവര് കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറയുകയാണ്, യാ റബ്ബനാ ഇജ്അൽ ലനാ മിൻ ഇബാദിക അസ്വാജാ. ആ പാവപ്പെട്ട മനുഷ്യന് എനിക്ക് ഭർത്താവായി തരണേ അല്ലാ. നോമ്പ് പിടിച്ചിട്ട് ഈ സമയത്ത് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പൊന്നുമോനെ, ഈ സമയത്ത് സ്വർഗത്തിലെ പെണ്ണുങ്ങള്, സ്വർഗത്തിലെ പെണ്ണുങ്ങള് നിന്നെ കണ്ടിട്ട് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാ ആ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, കിളവനായ നിന്നെ കണ്ടിട്ട് സ്വർഗത്തിലെ പെണ്ണുങ്ങള് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, റബ്ബേ ആ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണേ അല്ലാ.
ആരാ ദുആ ചെയ്യുന്നത്? ഹൂറില്ലീങ്ങളെ കുറിച്ച് അറിയുന്നവരാണല്ലോ, ഹൂറില്ലീങ്ങളുടെ മഹത്വം അറിയുന്നവരാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാ ഹൂറില്ലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ മടമ്പുകാല് കണ്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം കൊല്ലങ്ങളോളം നിന്നുപോയെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. സ്വർഗത്തിലെ ഒരു പെണ്ണിന്റെ മുഖമല്ല, കൈയല്ല, ശരീരമല്ല, കാലിന്റെ പുറകുഭാഗം കണ്ടിട്ട് കൊല്ലങ്ങളോളം സാക്ഷാൽ ജിബ്രീൽ അലൈഹിസ്സലാം നിന്നുപോയെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പൊന്നുമോനെ, ആ പെണ്ണാടാ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്, അള്ളാഹ് ആ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണം. അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.